ഹലോ എവരി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ 50 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തെ 20 ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളതും ബാക്കിയുള്ള 20 ചോദ്യങ്ങൾ ജനറൽ നോളേജും അവസാനത്തെ 10 ചോദ്യങ്ങൾ സയൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങളുമാണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റുകളുടെ രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. ഓപ്പറേഷൻ അജയ്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ. കോബാങ്ക്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ശ്രേഷ്ഠ. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമായി തിരഞ്ഞെടുത്തത്. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷമായി തിരഞ്ഞെടുത്തത്. കാഞ്ഞിരം. ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഔദ്യോഗിക വൃക്ഷമാണ് കാഞ്ഞിരം. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരം. ഔദ്യോഗിക പുഷ്പം. ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലി. പെരിയ പോളത്താലിയാണ് ഔദ്യോഗിക പുഷ്പം. പെരിയ പോളത്താലി. ഇനി ഔദ്യോഗിക പക്ഷി. ഔദ്യോഗിക പക്ഷി വെള്ള വരയൻ കടൽപ്പരുന്ത്. വെള്ള വരയൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക പക്ഷിയാണ് വെള്ള വരയൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗം ശുദ്ധജല ആമ. ശുദ്ധജല ആമയാണ് ഔദ്യോഗിക മൃഗം. കാൻഡോർസ് ജൈൻറ്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ. കാൻഡോർസ് ജൈൻറ്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിൽ, അതായത് ശുദ്ധജല ആമ. ഔദ്യോഗിക വൃക്ഷം കാഞ്ഞിരമാണ്. പുഷ്പം പെരിയ പോളത്താലി. പക്ഷി വെള്ള വരയൻ കടൽപ്പരുന്ത്. മൃഗം ശുദ്ധജല ആമ. കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെ? വിഴിഞ്ഞം. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ സ്റ്റെപ്പനി. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. സംസ്ഥാനത്തെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. മിഷൻ ഇന്ദ്രധനുസ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ.
ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ. രേഖകൾ. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി. പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി. സമുന്നതി. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ കേരളത്തിൽ നിലവിൽ വന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. പുലിക്കയം, കോഴിക്കോട്. കോഴിക്കോട് പുലിക്കയത്താണ് കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത്. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്നും റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്തു നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ പദ്ധതി. റേഷൻ റൈറ്റ് കാർഡ്. കേരളത്തിൽ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. പാളയം. തിരുവനന്തപുരത്തെ പാളയത്താണ് ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ കടുവകളുടെ സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനം. മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരക. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക. ലിസയാണ് പ്രാദേശിക AI വാർത്താ അവതാരിക. ഒഡീഷ TV ആണ് ലിസയെ അവതരിപ്പിച്ചത്. ഒഡീഷ TV. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. 2023 ജൂലൈ 14. 2023 ജൂലൈ 14. വിക്ഷേപണ വാഹനം LVM3 ആണ് വിക്ഷേപണ വാഹനം. വിക്ഷേപണ വാഹനം LVM3. പ്രൊജക്ട് ഡയറക്ടർ P. വീരമുത്തുവേൽ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യം ഇന്ത്യ. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേര് ശിവശക്തി പോയിന്റ്. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ഇനി ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു? ആദ്യ സന്ദേശമായിരുന്നു I am feeling lunar gravity. അതായിരുന്നു ആദ്യ സന്ദേശം. ചന്ദ്രയാൻ 3യിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം I am feeling lunar gravity. I am feeling lunar gravity.
ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാതഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? ടാൻസാനിയയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ. കൂയി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി CBI രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ചക്ര. നിർമ്മാണത്തിലിരിക്കുന്ന വധവാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? നിർമ്മാണത്തിലിരിക്കുന്ന വധവാൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്. ഹിമാലയ പർവ്വതത്തിൻ്റെ തെക്ക് ഭാഗം സിവാലിക് എന്നറിയപ്പെടുന്നു. വടക്ക് ഭാഗം ഹിമാദ്രി. വടക്ക് ഭാഗത്തുള്ള പർവ്വതനിര അറിയപ്പെടുന്നത് ഹിമാദ്രി എന്നാണ്. ഹിമാദ്രിയെ ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നും അറിയപ്പെടുന്നു. ഹിമാലയത്തിൻ്റെ നട്ടെല്ല്. ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് വടക്ക് ഭാഗം. അതായത് ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്. ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ തലേ ദിവസം ഗാന്ധിജി നടത്തിയ പ്രസംഗമാണ് വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യസമര പോരാളിയായിരുന്നു ഉദ്ധം സിംഗ്. കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊടുങ്ങരപ്പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ.
പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? 28(1). സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 293 അനുച്ഛേദം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് 450-300. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? 8ാം വകുപ്പ്. ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഏത് ഹൗസിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ബിൽ അവതരിപ്പിച്ചത്? ഹൗസ് ഓഫ് കോമൺസ്. ഡയാർക്കി ഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? ഡയാർക്കി ഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് ആര്? മോണ്ടസ്ക്യൂ ചേംസ്ഫോർഡ്. മോണ്ടസ്ക്യൂ ചേംസ്ഫോർഡ്. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. നർമ്മദ. നർമ്മദ നദി പതിക്കുന്നത് അറബിക്കടലിലാണ്. അറബിക്കടലിൽ. കൃഷ്ണയും കാവേരിയും മഹാനദിയും ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ നദി അറബിക്കടലിലാണ് പതിക്കുന്നത്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർഖണ്ഡ് മൈക്കല നിരകളിൽ നിന്നാണ്. അമർഖണ്ഡ് കുന്നുകളിൽ നിന്നാണ് നർമ്മദ നദി ഉത്ഭവിക്കുന്നത്. കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? വിനോബ ഭാവെ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ബോംബെ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു.
പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരെ? പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരെ? തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വി.പി. മേനോൻ. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം വിദ്യാപോഷിണി. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത്? കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത്? മഞ്ഞ. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെ? ആറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരെ? ജോൺ ഡാൾട്ടൺ. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? അലുമിനിയം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏത്? സംവഹനം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം. കമ്പനം. പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും കാണപ്പെടുന്നത്? 18.